കപ്പൽ ചെരിഞ്ഞ് അപകടകരമായ കാർഗോ വസ്തുക്കൾ കടലിൽ വീണു. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ MSC 3 എൽസ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 8ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കപ്പലിൽ നിന്നും 21 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 3 പേരെ കൂടി കപ്പലിൽ നിന്നും കണ്ടെത്താനുണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മറൈൻ ഗ്യാസ്, ലോ സൾഫർ ഫ്യൂവൽ അടക്കമുള്ള അപകടകരമായ ഇന്ധനങ്ങൾ കടലിൽ വീണ കണ്ടെയ്നറുകളിലുണ്ടെന്നും ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വരികയാണ്. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിഷ്ണു, സംഭവം ഉച്ചയ്ക്കുണ്ടായി, അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈകിട്ടോടുകൂടി ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും തൊഴിലാളികളെ, ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവോ? പ്രജീഷ, ഇന്ന് ഉച്ചയ്ക്ക് 1:25 കൂടിയാണ് ഈ MSC എൽസ 3 എന്ന കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ എത്തേണ്ട കപ്പൽ കടലിൽ ചെരിയുന്ന സാഹചര്യം ഉണ്ടായത്. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ചെരിഞ്ഞത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 24 കപ്പൽ ജീവനക്കാരാണ് ഈ സമയം കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 9 പേർ ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് അവർ കടലിലോട്ട് എടുത്ത് ചാടുകയായിരുന്നു. പിന്നീട് ആ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു മർച്ചന്റ് കപ്പലിൽ അവർ രക്ഷപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്ന 15 പേരിൽ ഇപ്പോൾ 3 പേരൊഴികെ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. കോസ്റ്റ് ഗാർഡാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഒരു നേവി കപ്പലും അതുപോലെ തന്നെ ഒരു ഡോണിയർ വിമാനവും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിയിലുള്ള കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ്. ഇവിടെയും അതിന്റെ ഏകോപന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. DIG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അതിന്റെ നിരീക്ഷിച്ചു വരികയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം 21 പേരെ രക്ഷപ്പെടുത്തി. ബാക്കി 3 പേരും നിലവിൽ ആ കപ്പലിൽ തന്നെ തുടരുകയാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉള്ളതിനാൽ തന്നെ അവർ 3 പേരും ആ കപ്പലിൽ ഉണ്ട്. അതോടൊപ്പം ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്തിട്ടുള്ള കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവി കപ്പലും അവിടെ തന്നെ തുടരുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേവിയുടെ INS സുജാതയും അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം, അർണവേഷ് എന്ന കപ്പലുകളാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡോണിയർ വിമാനവും ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട്. ഏതായാലും കപ്പൽ നിലവിൽ ചെരിഞ്ഞു തന്നെയാണ്. ആ കപ്പൽ ഇവിടെ കരയിലോട്ട് എത്തിക്കുന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിൽ DG ഓഫ് ഷിപ്പിംഗ് കമ്പനിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് അതിലൊരു തീരുമാനം ഉണ്ടാവുക. നിലവിൽ ആശങ്കപ്പെടേണ്ട മറ്റു സാഹചര്യങ്ങളില്ല. അതായത് ഈ കപ്പൽ ചെരിഞ്ഞ് കൂടുതൽ ആയിട്ടുള്ള ഈ കപ്പലിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ അതിൽ ഉള്ളത് കപ്പലിന്റെ തന്നെയുള്ള ഓയിലാണ് അതിൽ ഉള്ളത് എന്നൊരു വിവരമാണ്. സൾഫർ അടങ്ങിയിട്ടുള്ള ഈ കപ്പൽ പ്രവർത്തിക്കുന്ന ആവശ്യമുള്ള ഒരു തരം പെട്രോൾ പോലത്തുള്ള ഒരു ദ്രാവകമാണ് അതിൽ ഉള്ളതെന്നാണ് മനസ്സിലായത്. അപ്പോൾ അത് കൂടുതലായി ഇനി കടലിലോട്ട് വീഴുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ കപ്പലിൽ നിന്ന് പുറത്തോട്ട് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഒരു അടിയന്തര സാഹചര്യം നിലവിലുള്ളൂ. അത് നിരീക്ഷിക്കാൻ വേണ്ടി അതിൽ എന്തെങ്കിലും വേണ്ട ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുള്ള, കൊച്ചിയിൽ നിന്നാണ് ഈ രക്ഷാ ദൗത്യം ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെയും അതുപോലെ തന്നെ നേവിയുടെയും ഷിപ്പ് അതിനുവേണ്ടി അവിടെ തുടരുകയാണ്. ഈ കപ്പലിൽ നിന്ന് രക്ഷിച്ച 21 പേരെയും ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള അവരുടെ പ്രാഥമിക ശുശ്രൂഷ ഈ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളിൽ വെച്ച് തന്നെ നൽകുന്നുണ്ട്. അവർ അവിടെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഈ കപ്പലിൽ നിന്ന് ചാടിയ 21 ജീവനക്കാർക്കും പറ്റിയിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ റഷ്യനായിട്ടുള്ള ഒരു മാസ്റ്ററാണ് ഈ കപ്പലിൻ്റെ ഇപ്പോൾ മറിഞ്ഞ അപകടത്തിൽപ്പെട്ട ആ കപ്പലിന്റെ മാസ്റ്റർ ആയിട്ടുള്ളത്. ബാക്കി ഫിലിപ്പീനിൽ നിന്നുള്ള തൊഴിലാളികളടക്കം അതിലുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ആരുമില്ല. ഈ വിദേശത്തു നിന്നുള്ള ആളുകളാണ് ഈ കപ്പൽ ജീവനക്കാരായിട്ടുള്ളത്. നിലവിൽ 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 3 പേരും നിലവിൽ ആ കപ്പലിൽ തന്നെ തുടരുന്നു. അത് പേടിക്കേണ്ട കാര്യമില്ല. അതായത് ആ കപ്പലിന് ഇനി എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വന്നാൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ നിന്നും രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും അതുപോലെ തന്നെ ഡോണിയർ വിമാനവും ആ സ്ഥിതിഗതികൾ വിലയിരുത്തി തന്നെ വരികയാണ്.